കേരളത്തിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനത്തെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധി ഒരു തരത്തിൽ പറഞ്ഞാൽ കേരള സർക്കാരിന്റെ മുഖത്തേറ്റ ഒരു കനത്ത അടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 13 സർവകലാശാലകളിൽ വർഷങ്ങളായി സ്ഥിരം വൈസ് ചാൻസലർമാർ ഇല്ലാതിരിക്കുന്നത്. അതുമൂലമുണ്ടായിട്ടുള്ള സർവകലാശാലകളുടെ ഭരണ പ്രതിസന്ധി വളരെയേറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് നിഷ്കളങ്കരായിട്ടുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് എന്നുള്ള വിഷയം നാം പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന അനിവാര്യത എല്ലാവർക്കും ബോധ്യമുണ്ടെങ്കിൽ പോലും സർക്കാരും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി സമിതികളും ഒന്നും അതിന് സഹായകരമായ നിലപാടല്ല ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ സമീപനം പിണറായി സർക്കാർ കാട്ടുന്നു എന്നുള്ളത് പരക്കെയുള്ള ആക്ഷേപത്തിന് വഴി തെളിച്ചിട്ടുണ്ട്. നിയമമനുസരിച്ച് സർവകലാശാലകൾ സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനങ്ങളാണ്. അത് പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള UGCയുടെ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ചട്ടങ്ങൾ അനുസരിച്ചാണ്. സർവകലാശാല ഭരണത്തിൽ ഒരു സർക്കാരിനും നേരിട്ട് ഇടപെടാൻ പാടില്ല എന്ന് വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. എന്നാൽ കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാരാകട്ടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ വൈസ് ചാൻസലർമാരാകണം, അതുപോലെ അവർക്ക് യഥേഷ്ടം പിൻവാതിൽ നിയമനം നടത്തണം, പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ അവിടെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിക്കണം തുടങ്ങിയതായിട്ടുള്ള നിർബന്ധം കാട്ടിയപ്പോഴാണ് ഈ രാഷ്ട്രീയ ഇടപെടൽ വളരെ ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളത്. ഇപ്പോൾ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട രാജേന്ദ്ര അർലേക്കർക്ക് മുൻപിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന രീതിയിൽ ഈ പ്രവണതയെ ശക്തമായി എതിർത്ത ഒരു പശ്ചാത്തലം കൂടി നാം കാണേണ്ടതായിട്ടുണ്ട്. സർക്കാർ ഈ കാര്യത്തിൽ സർവകലാശാലകളുടെ ദൈനംദിന ഭരണത്തിൽ ഇടപെടാൻ പാടില്ല, വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് സർക്കാരിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ആകരുത് എന്നൊക്കെ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ നിർബന്ധം പിടിച്ചപ്പോഴാണ് സർക്കാരുമായി ഇതിന്റെ ഏറ്റുമുട്ടൽ ഉണ്ടായത്. കാരണം സർക്കാരിന് ഇതിനകത്ത് കൈ കടത്തണം എന്ന ബോധപൂർവമായ ഒരു ശ്രമമുണ്ട് എന്നുള്ളത് പരക്കെ വിമർശനത്തിന് വിധേയമായി. അതിനെ തുടർന്ന് ഇപ്പോൾ അധികാരത്തിൽ വന്ന ബഹുമാനപ്പെട്ട രാജേന്ദ്ര ആർലേക്കർ, അദ്ദേഹം ഗവർണർ എന്ന നിലയിലല്ല, ചാൻസലർ എന്ന നിലയിലാണ് സർവകലാശാലകളുടെ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടത്. അദ്ദേഹത്തിന് അത് ഇടപെടാൻ നിയമപരമായ അധികാരമുണ്ട്. ചാൻസലർക്ക് നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളെ സംബന്ധിച്ച് വളരെ നിയതമായിട്ടുള്ള ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ അനുസരിച്ചാണ് ബഹുമാനപ്പെട്ട ഗവർണർ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ ഗവർണർ വന്നപ്പോഴും ഏറ്റുമുട്ടലിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. സർവകലാശാലകളിൽ ഭരിക്കുന്ന സർക്കാരിനും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഗണ്യമായ പ്രാധാന്യം ഉണ്ടാകണം, ഇടപെടൽ ഉണ്ടാകണം എന്ന പിടിവാശി കൊണ്ടാണ് 12 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാതെ വർഷങ്ങളായി കേരളത്തിൽ അഭൂതപൂർവമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചു എന്നുള്ളത് ഒരു നല്ല അളവിൽ ആശ്വാസം പകരുന്ന സംഗതിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയതായ നിരീക്ഷണങ്ങൾ വളരെയേറെ ഗൗരവമുള്ളതാണ്. കോടതി പറഞ്ഞത് ഇത് രാഷ്ട്രീയ കളരിയാക്കരുത്, ഇത് ചാൻസലറും ഭരിക്കുന്ന സർക്കാരും തമ്മിൽ സമവായത്തിലെത്തി എല്ലാ സർവകലാശാലകളിലും ചട്ടങ്ങൾ അനുസരിച്ച് വൈസ് ചാൻസലർമാർ സ്ഥിരമായി നിയമിക്കപ്പെടണമെന്ന് അസന്നിഗ്ധമായ ഭാഷയിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ച വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഇപ്പോൾ നിയമിക്കപ്പെട്ടിരിക്കുന്ന താൽക്കാലിക വൈസ് ചാൻസലർമാർ തുടരുന്നതിന് അനുവദിക്കണം. ആ ചാൻസലർമാരെ സ്ഥിരം വൈസ് ചാൻസലർമാർ നിയമിക്കപ്പെടുന്നത് വരെ, പുതിയ വൈസ് ചാൻസലർമാർ വരുന്നത് വരെ ഈ താൽക്കാലിക വൈസ് ചാൻസലർമാരെ തുടരാൻ അനുവദിക്കണം എന്നുള്ള വിധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് കേരള സർക്കാർ നേടിയെടുത്ത വിധി പ്രകാരമാണ് കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും വൈസ് ചാൻസലർമാരുടെ സ്ഥാനത്തിരുന്ന ആളുകളെ മാറ്റിയത്.
ഇപ്പോൾ ഈ രണ്ട് സർവകലാശാലകൾക്കും വൈസ് ചാൻസലർമാരില്ല. അവിടുത്തെ ബജറ്റ് പാസ്സാക്കിയിട്ടില്ല. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം താൽക്കാലിക വൈസ് ചാൻസലർമാരെ പിരിച്ചുവിടാൻ പാടില്ല, അതിന് നിയമിക്കുന്നതിന് ചാൻസലർക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് ആ സ്ഥിതി തുടരണം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് അടിയന്തരമായി യൂണിവേഴ്സിറ്റിയും ചാൻസലറും ഗവൺമെന്റും സഹകരിച്ച് സമവായത്തിലെത്തി സ്ഥിരമായി ഈ സർവകലാശാലകളിലെല്ലാം വൈസ് ചാൻസലറെ നിയമിക്കണം, അതിനെ UGC അനുശാസിക്കുന്ന ചട്ടങ്ങൾ പാലിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിഷേധാത്മകമായ ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട കോടതിയെ അവഗണിച്ചുകൊണ്ട് കേരള സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകും, സർക്കാരിന് കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാകും, കോടതികളിൽ നിന്ന് കൂടുതൽ മുഖത്ത് അടിയേൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി അവരുടെ രക്ഷിതാക്കളുടെ ആശങ്ക അകറ്റുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ യഥാർത്ഥത്തിലുള്ള സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ചാൻസലർ, ഗവർണറായിരിക്കുന്ന ചാൻസലറും അതുപോലെ ഭരണത്തിലിരിക്കുന്ന സർക്കാരും യോജിച്ച് പ്രവർത്തിച്ച് ഈ സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധിക്ക് ഒരു അറുതി വരുത്തണം, സർട്ടിഫിക്കറ്റുകൾ കിട്ടാനുള്ള വിദ്യാർത്ഥികളെ രക്ഷിക്കണം, സർവകലാശാലകളുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ അനസ്യൂതം നടന്നു പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കണം, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ സഹായം സർവകലാശാലകൾ നേടിയെടുക്കണം, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നുന്നതായിട്ടുള്ള ഒരു സമീപനമായിരിക്കണം കേരളത്തിന്റെ സർക്കാർ സ്വീകരിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട കോടതി അനുസ്മരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ മുതലെങ്കിലും സർക്കാരും ചാൻസലറും കൂടി ഒരു യോജിച്ചിരുന്നുകൊണ്ട് രാഷ്ട്രീയം വിസ്മരിച്ചുകൊണ്ട് സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തിൽ ഇടപെടാതെ ഭംഗിയായി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഇനിയും ബലിയാടുകളാക്കാതെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകേണ്ട സർട്ടിഫിക്കറ്റുകൾ സമയത്ത് കൊടുക്കണം, പരീക്ഷകൾ കൃത്യമായി നടക്കണം, പരീക്ഷാ ഫലം തക്ക സമയത്ത് പ്രസിദ്ധീകരിക്കണം, കാലോചിതമായി പാഠ്യക്രമങ്ങൾ പരിഷ്കരിക്കണം, അധ്യാപന രീതിയിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. 2020 ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് ഗുണനിലവാരം ഉയർത്തുന്ന സമഗ്രമായ പരിഷ്കാരങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരണം. അതിലൊക്കെ സർവകലാശാലകളുടെ തലപ്പത്ത് സ്ഥിരമായ വൈസ് ചാൻസലർമാർ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിക്ക് അയക്കാതിരിക്കുന്ന നിരുത്തരവാദപരമായ നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറണം. സർവകലാശാലകളൊക്കെ ഇപ്പോൾ ഭരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളാണ്. അതുകൊണ്ടാണ് ഭൂരിപക്ഷ തീരുമാനപ്രകാരം അവർ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അയക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് വൈസ് ചാൻസലർമാരെ യഥായോഗ്യം നിയമിക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള സർവകലാശാല സെനറ്റുകൾ, സിൻഡിക്കേറ്റുകളൊക്കെ അവരുടെ പ്രതിനിധികളെ സെർച്ച് കമ്മിറ്റിയിലേക്ക് അയച്ച് അടിയന്തരമായി സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കാൻ സഹകരിക്കുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട ഗവർണറും ചാൻസലർ എന്ന രീതിയിൽ സർക്കാരിനോട് ഒരു സമവായത്തിൽ സമീപിച്ച് അതുപോലെ സർക്കാരും അക്കാര്യത്തിൽ ഗവർണറോട് സഹകരിച്ച് ഈ പ്രതിസന്ധിക്ക് ഒരു അറുതി വരുത്തണം. അതാണ് പൊതുസമൂഹവും പാവപ്പെട്ട കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്.